Hi dear friends, Assalamu alaikum. Welcome back to my channel. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്ക് സാധാ കറിക്കൊക്കെ ഉപയോഗിക്കുന്ന ചെറുപയർ വെച്ച് നല്ല അടിപൊളിയായിട്ട് ലഡു റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഇത് കഴുകിയിട്ടും വെള്ളത്തിലിടാം, അല്ലാതെ ഇട്ടിട്ട് പിന്നെ എടുക്കാൻ നേരത്തെ കഴുകിയാലും മതി. അപ്പോൾ ഇതിനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് കുതിരാനായിട്ട് വെക്കുകയാണ്. അപ്പോൾ അതൊക്കെ വെള്ളമൊക്കെ ഒഴിച്ച് വാർത്തിയെടുത്തിട്ടുണ്ട്, കുതിർന്ന് നല്ല റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ച് ഇതേപോലെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഇങ്ങനെ ചെറിയതാക്കിയിട്ട് നമുക്കൊന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് അതിൻ്റെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചെറുപയറിൻ്റെ ആ പച്ച ടേസ്റ്റൊക്കെ ഒന്നാണ്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല, ചെറുപയർ മാത്രം അരച്ചതാണ്. ഉപ്പൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിനെ നമുക്ക് അത്യാവശ്യം ഒന്ന് മൊരിയിപ്പിച്ചെടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ ഇങ്ങനെ ആയി വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനൊന്ന് തിരിച്ചിട്ട് മറ്റേ ഭാഗം ഒന്ന് വേവിച്ചെടുക്കാം. ഈ ചെറുപയർ കറി വെച്ച് കഴിക്കാത്ത കുട്ടികൾക്കും ഒക്കെ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി കൊടുക്കാം. എപ്പോഴും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ് ചെറുപയർ എന്നൊക്കെ പറയുന്നത്. പൊതുവേ കുട്ടികൾക്കൊക്കെ കറി വെച്ചാൽ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ റെഡിയാക്കി കൊടുത്താൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ നമുക്കിതിനെ അടുത്തത് കോരിയെടുത്ത് മാറ്റാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ട്രിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി എണ്ണയിലേക്ക് അടുത്തത് ഇട്ട് കൊടുക്കാം. അങ്ങനെ അല്ലാതെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതായത് ഈ രീതിയിലായി വന്നിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് നന്നായി ഒന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ ഞാൻ പൊടിക്കുന്ന സമയത്ത് അത്യാവശ്യം നേരെ ഒരു ചൂടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. ചൂടോടെ പൊടിക്കുമ്പോൾ മിക്സിയിൽ കുറച്ച് കട്ടയായി കിടക്കും. അത് ചൂടാറി കഴിയുമ്പോൾ ശരിയായിക്കോളും. ഈ രീതിയിൽ പൊടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കപ്പ് ചെറുപയറല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനൊരു 1/4 കപ്പ് പഞ്ചസാര എടുത്ത് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഈ എടുത്തതേ കപ്പിൽ 1/2 കപ്പ് എടുക്കണം. അപ്പോൾ നന്നായി മെൽറ്റ് ചെയ്ത് വരുന്ന സമയത്ത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഇത്തിരി ഫുഡ് കളറ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഫുഡ് കളർ ചേർത്തതുകൊണ്ട് ഇതൊന്നുമില്ല, വലിയ കളറൊന്നും ഉണ്ടാവില്ല. വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിലേക്ക് കുറച്ച് ഒരു യെല്ലോ കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഏകദേശം പഞ്ചസാരയൊക്കെ നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിന് പ്രത്യേകിച്ചൊരു കൺസിസ്റ്റൻസി ഒന്നുമില്ല. സാധാരണ മെൽറ്റാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടുന്ന രീതിയിലാവുന്നത് വരെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഈ പഞ്ചസാര ഒന്ന് നന്നായി ഒന്ന് മെൽറ്റായി ഒന്ന് തിളക്കണം. തിളച്ചതിന് ശേഷം ഇത്തിരി ഫുഡ് കളറും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിനെ എടുത്ത് മാറ്റാം. അപ്പോൾ ഈ തിള വരുന്ന സമയത്താണ് ഇതിലേക്കൊരു ഇത്തിരി കളർ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് തികച്ചും ഓപ്ഷണലാണ് കേട്ടോ, വേണ്ടവർക്ക് മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും ഏലക്കായും കൂടി മിക്സ് ചെയ്ത് പൊടിച്ചെടുത്ത് ഒരു 1.5-2 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഷുഗർ സിറപ്പ് ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കാം. ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു അളവിലെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ വെള്ളമൊക്കെ കറക്റ്റായിട്ട് തന്നെ ആയിരിക്കും കിട്ടുക. അളവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക. ഇത് നമുക്ക് നേരിട്ട് ഷുഗർ സിറപ്പിലേക്ക് ഇട്ടിട്ടും വേണമെന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുക്കുക. അപ്പോൾ അതിനെക്കാട്ടി നല്ലത് നമുക്കിങ്ങനെ ഒരു പാത്രത്തിലെടുത്ത് ഇളക്കി യോജിപ്പിക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തെടുക്കാനുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ശരിക്കും നമുക്ക് കയ്യിലൊന്ന് നല്ല വൃത്തിയായി ഒട്ടി കിട്ടാനും ഒരു ടേസ്റ്റിനും വേണ്ടിയിട്ടാണ് നമ്മൾ ബട്ടർ മെൽറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം ഈ പരുവത്തിലായിരിക്കണം അങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റണം. അപ്പോൾ ഞാനൊന്ന് ഓൾറെഡി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ഉരുട്ടിയെടുക്കാം. നല്ല വൃത്തിയിൽ ഉരുട്ടിയെടുക്കണം. നമുക്കൊരു ലഡുവിൻ്റെ ആകൃതിയിലായി കിട്ടണം. മുന്തിരിയോ അണ്ടിപ്പരിപ്പൊക്കെ വെച്ച് നന്നായി ഉരുട്ടിയെടുക്കാം. ഇതേപോലെ ഞാൻ അതിൻ്റെ അടുത്തുള്ള മുന്തിരി വെച്ച് നന്നായി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എല്ലാതും ഉരുട്ടി നല്ല റെഡിയാക്കി വെക്കാം. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. എല്ലാവരും വീഡിയോ കണ്ട് എല്ലാവരും റെഡിയാക്കി നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായും എല്ലാവരും റെഡിയാക്കി നോക്കണം. നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോ കാണാനായി കുഞ്ഞു ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.